ചെറിയൊരു പ്രയാസം വരുമ്പോൾ ആത്മഹത്യ ചെയ്യുന്ന സംഭവങ്ങൾ നമ്മളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്, അത് കൂടിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ വലിയൊരു പ്രതിസന്ധി വന്നിട്ട് തളരാതെ പോരാടി വിജയിച്ച ഞങ്ങളുടെ നാട്ടുകാരിയായിട്ടുള്ള ഒരു താത്ത അല്ലെങ്കിൽ ഒരു ഉമ്മയുടെ കഥയാണെന്ന് വരുന്നത്. ഇപ്പോൾ സത്യത്തിൽ അവരിപ്പോൾ ഇങ്ങനെ അവരെ വെയിറ്റ് ചെയ്യാണ്. കോട്ടക്കൽ ബൈപ്പാസിലാണ് ഞാനുള്ളത്, അവരെ വെയിറ്റ് ചെയ്യാണ്. ആ ഉമ്മയുടെ കൂടെ ആ കഥ പറയുന്നതോടെ തന്നെ എൻ്റെ ഒരു സുഹൃത്തിന് ഒരു ചെറിയ നേട്ടമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തും കൂടെ ഞാൻ പരിചയപ്പെടുത്താം. എന്താണെന്ന് പറയാം, ആ ഉമ്മൻ്റെ വിഷയമാണെന്നുള്ളത് മിസ് ചെയ്യരുത്. അത്രയധികം ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. ഈ ഒരു വണ്ടി നിങ്ങൾ കാണണ്ടല്ലോ, അപ്പോൾ ഇൻഡിക്കേറ്റർ ഇട്ടു. പിന്നെ ആ ഉമ്മാലെ ആ താത്ത ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇതാ ഇവിടെ സൈഡാക്കിയിട്ടുണ്ട്. സ്റ്റോപ്പ് സ്റ്റോപ്പ് സ്റ്റോപ്പ്. അസ്സലാമു അലൈക്കും. എന്നാ ഇറങ്ങിക്കോളെ. ഓക്കെ, താത്ത ജമീലാത്തയാണ്. ഇപ്പൊ എത്ര കുട്ടികളെ പഠിപ്പിച്ചു? 5000-ഓളം കുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഒരു ടീച്ചറാണ്. വർഷമായി ഒരു ടീച്ചറാണ്. ടീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓണറും ടീച്ചറും കൂടിയാണ്. അത് പറഞ്ഞു കൊടുക്കുക എന്താണ് PKHMDS എന്നുള്ളതാണ്. അപ്പൊ MDS ആണ്. MDS എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡ്രൈവിംഗ് സ്കൂൾ എന്നുള്ളതാണ്. PKH നമ്മളെ ഒരു അഡ്രസ്സാണ്. പെരിങ്കടക്കാട്ട് എന്നുള്ളതിലെ PK, പിന്നെ ഭർത്താവിന്റെ പേര് H അംസ എന്നുള്ള. 5000-ഓളം ആളുകളെ, അതൊരു ശരിക്കും ഒരു അത്ഭുതം തന്നെ. കാരണം എന്താ പറയുക, 18 വർഷം മുന്നേ ഈ മേഖലയിൽ എങ്ങനെ എത്തിയെന്ന് നമുക്ക് ചോദിക്കാണ്ട്. അതാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യണത്. പിന്നെ 5000-ഓളം ആളുകൾ, സാധാരണ പുരുഷന്മാരെ ആണുങ്ങളാണ് അതില്. ഭയങ്കര ഇത് അത്ര ഈസി അല്ലല്ലോ. ഇതിന്റെ കാക്ക സുഖമില്ലാതായി കിടക്കുന്ന സമയത്ത്, ഭർത്താവ് സുഖമില്ലാതായി കിടക്കുന്ന സമയത്ത് ഞാന് വരുമാനങ്ങളൊക്കെ മുപ്പരുത് ഒരു ലെവലിക്ക് വന്നപ്പോ മരുമകൻ വന്നിട്ട് ഒരു 6 മാസം ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവനോട് ഞാൻ പറഞ്ഞ് പിന്നെ എങ്ങനെ ഞാൻ ഡ്രൈവിംഗ് സ്കൂൾ തുടങ്ങട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ അവന് വേറൊക്കെ പദ്ധതികളൊക്കെ വിചാരിച്ചിരുന്നു. അപ്പോൾ ഓന് പറഞ്ഞു തന്നാണ് ഡ്രൈവിംഗ് സ്കൂൾ തുടങ്ങിക്കോളി, അതിൽ പിന്നെ ആണുങ്ങളൊന്നും വരൂലല്ലോ ചോദിച്ചു. ഇല്ല എന്ന് പറഞ്ഞു. കാറ് മാത്രം ഞാൻ പഠിപ്പിച്ചു കൊടുക്കുക, സ്കൂട്ടി എനിക്ക് എടുക്കാൻ പറ്റില്ല, കുട്ടികളൊക്കെ വലുതാവുകയാണെങ്കിൽ അന്ന് നമുക്ക് തുടങ്ങാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അത് തുടങ്ങി നല്ലൊരു സംഖ്യ കട ഉണ്ടായിരുന്നു. കാക്കാനെ ചികിത്സ ചെയ്തിട്ട് ഒരുപാട് ചികിത്സ ചെയ്തിട്ടുണ്ട്. വീട്ടിൽ നിന്ന് അത് പ്രമേയം വന്ന് മഞ്ഞപ്പീത്തുണ്ടായി ആദ്യം, എന്നിട്ട് പ്രമേയം വന്നു. പിന്നെ 2 വാളവും മാറ്റി വെച്ച് അതിന് നമ്മളെ അല്ലസറില്ലേ, അവരൊരു 10-60,000 രൂപ അന്നത്തെ കാലം എന്നെ സഹായിച്ചിട്ടുണ്ട്. ചികിത്സക്കും വേണ്ടി ഞാൻ 4 പ്രാവശ്യം ഞാൻ എൻ്റെ ആധാരം കൊണ്ടുപോയി സഹകരണ ഹോസ്പിറ്റലില് നമ്മളെ ബാങ്കിൽ കൊണ്ടുപോയിട്ട് വെച്ചിട്ടുണ്ട്. 6 പ്രാവശ്യം ഞാൻ വെച്ചിട്ടുണ്ട്. 1990 ഞാൻ ആധാരം വെച്ച് തുടങ്ങിയതാ. 5 കൊല്ലം കഴിയും, 5 കൊല്ലം കഴിയുമ്പോൾ പിന്നെയും പുതുക്കി വെക്കും. അങ്ങനെ 6 പ്രാവശ്യമായിട്ട് ഞാൻ ആധാരം വെച്ചിട്ടുണ്ട്. നമ്മളെ സഹകരണിയിൽ വെച്ചിട്ടുണ്ട്, പിന്നെ നമ്മളെ കനറ ബാങ്കിലും വെച്ചിട്ടുണ്ട്. 2 പ്രാവശ്യമായിട്ട് അങ്ങനെയും വെച്ചിട്ടുണ്ട്. അങ്ങനെ ചികിത്സ ചെയ്ത് ഒരുപാട് വലിയൊരു കടം, ചെറിയ കടം ഒന്നുമല്ല, വലിയൊരു കടം ചികിത്സ വന്നു. വലിയൊരു കടത്തുന്ന അന്ന് ആ സമയത്തൊന്നും ആർക്കും സഹായിക്കാൻ പറ്റാത്തൊരു സാഹചര്യം നന്ന്. പിന്നെ ഞാൻ കൂടുതൽ ആരോടും സഹായം ചോദിച്ചു പോയിട്ടില്ല. പിന്നെ എന്നെ അറിയുന്ന ആൾക്കാർ കുറച്ചൊക്കെ എന്നെ സഹായിച്ചിട്ടുണ്ട്. കുറച്ച് ആൾക്കാർ അറിയുന്ന ആൾക്കാർ. അങ്ങനെ ഞാൻ കടം വന്ന് ഞാൻ ഈ ഫീൽഡിലേക്ക് അപ്പോഴാണ് വന്നത്. എൻ്റെ മരുമകൻ പറഞ്ഞു ഇനി ഇങ്ങനെ ചെയ്തോളി പറഞ്ഞു. അങ്ങനെ വന്നു. മരിച്ചിട്ട് 13 കൊല്ലം കഴിഞ്ഞു. എൻ്റെ ചെറിയ മോന് 9 വയസ്സ് പ്രായം, വലിയ മോന് 12-13 വയസ്സ് പ്രായം. ആ സമയത്തൊക്കെ നമ്മൾ ഞാൻ ഇരുന്നിട്ടില്ല, 2 മാസം ഇരുന്നിട്ടുള്ളൂ. പാലപ്പുറ പള്ളിക്കൊന്നും നമ്മളെ പുത്തൂര പള്ളിക്കൊന്നും വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു പാപ്പല്ലാത്ത കുട്ടികളെ പട്ടിണിക്ക് ഇടുകയെന്നെല്ലാം ഇതിരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് വേഗം ഇതൊക്കെ ഒഴിവാക്കിയിട്ട് എത്ര സ്ഥലത്ത് എത്ര ദിക്കറൊക്കെ ചെല്ലിയിട്ട് പുറത്തിറങ്ങി പറഞ്ഞു. അങ്ങനെ ഞാൻ ഇറങ്ങല്ലാന്ന് നിവർത്തില്ലല്ലോ. കടങ്ങള് വലിയൊരു പ്രതിസന്ധി പറഞ്ഞാലേ വലിയൊരു ഘട്ടത്തിലായിരുന്നു ഞാൻ. പക്ഷെ അതൊക്കെ ഞാൻ മറികടന്നു. അല്ല, 5 കൊല്ലം പിന്നെ 5 ലക്ഷം ഉറുപ്പ്യ നമ്മളെ കോട്ടൊക്കെ തന്നെ ഒരാൾക്ക് കടം ഉണ്ടായിട്ട് തൂങ്ങിയ ആളാണ്. അപ്പൊ മരിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ആ 5 ലക്ഷം ഉറുപ്പ്യന്ന് ഒരു 10 എണ്ണം കൂട്ടിയാലും തീരാത്ത കടം എനിക്കുണ്ടായിട്ട് ഞാൻ പിടിച്ചു നിന്നില്ലേ. മക്കൾക്കും വേണ്ടി. അപ്പൊ ഇവര് പിന്നെ വലിയ മോളെ കെട്ടിച്ച് നോക്ക് 3 ആൺകുട്ടികളുണ്ട്. ചെറിയ മോളെ കെട്ടിച്ച് 2 ആണും 2 പെണ്ണും ഉണ്ട്. ചെറിയ മോളെ ഞാൻ സ്വന്തമായിട്ട് കെട്ടിച്ചതാണ്. അപ്പ ജീവിച്ചിരിക്കുന്നുണ്ട്, ഒന്നും അറിഞ്ഞിട്ടില്ല. അന്ന് 30 പവനും പറഞ്ഞ് ഞാൻ കല്യാണം കഴിച്ചു. ഞാൻ കെട്ടിച്ചു വിട്ടു. പിന്നെ വീടെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സ്ഥലങ്ങളൊക്കെ കുറെ പോയി നോക്കി, കടത്തിലുള്ള
നമ്മളെ ഒരു അയൽവാസിയാണ് ഈ വീടെടുക്കാൻ സഹായിച്ചതും. അവര് ആധാരം തിരിച്ചു, ഈ പണിയുണ്ട്, ആധാരം ഞാൻ തിരിച്ചു കൊടുത്തു. ഇനി കുറച്ച് കടകൂടെ ഉണ്ട്. അതും മാഷാ അല്ലാഹ് ഞാന് ഇന്ന് വരെ എനിക്ക് കട ഉണ്ട് എന്നുള്ളത് ഞാൻ ഒരാളോടും പറഞ്ഞിട്ടില്ല. റിസ്ക് ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ നല്ല റിസ്ക് ആണ്. അത് എന്താ വെച്ചാല് ഒരു ധൈര്യണ്ട്, അല്ല മനുഷ്യനിലൊരു ധൈര്യമാണ്. പിന്നെ ഇന്നലെ എനിക്ക് പിന്നെ ഒരു 4 മാസം മുപ്പിട്ട് ഞാൻ പഠിപ്പിച്ച ഒരു കുട്ടി, ഇന്ത്യയിലുള്ളൊരു കുട്ടി, എനിക്ക് പിന്നെ എന്താണ് ഒരു രസമുട്ടായി, ഫ്ലാന്റെ കുപ്പി, സോപ്പൊക്കെ എത്തി വന്നു ഇന്നലെ. കുറെ അനുകൂലമായിട്ട് ഓരോരുത്തർ കൊടുന്ന്, പിന്നെ ഫർദിയും മഫ്തിയും ഒക്കെ വെച്ച് കൊടുന്നു തന്നിട്ട് സുഖമില്ലാതെ കുട്ടികള് കാക്ക വിളിക്കും. ഞാൻ എന്റെ വയറ്റിന്ന് പോയിട്ടുണ്ട്, അല്ലെങ്കിൽ ബാത്റൂമൊക്കെ പോയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് വിളിക്കും. കുട്ടികളെയും കൊണ്ട് പോകും. കുട്ടികൾ കൂടെ എന്നെ സഹായിച്ചു തന്നിട്ടുണ്ട്. കുട്ടികൾ കൂടെ എന്റെ കൂടെ കുട്ടികള് നമ്മള് പോവാ, കാക്ക വിളിക്കുന്നുണ്ടല്ലോ അറിയും, പോവാല റോട്ടിലിരുത്തിട്ട് ഞാൻ പോയിട്ട് ഒക്കെ റെഡി ആക്കിയിട്ട് പിന്നെ ആളുകൾക്ക് നന്ദിയുണ്ട്. പിന്നെ തീർച്ചയായും ടീച്ചർ വലിയ ഡ്രൈവിംഗ് പഠിപ്പിച്ചതിൽ കൂടുതൽ സ്ത്രീകളാണോ? സ്ത്രീകൾ മാത്രമാണോ? ഞാൻ പുരുഷന്മാരെ പഠിപ്പിച്ചിട്ടില്ല. ഞാൻ പുരുഷന്മാരെ പഠിപ്പിച്ചിട്ടില്ല. ടീച്ചർമാർ പിന്നെ ഞാന് സ്ത്രീകളെ മാത്രം ക്ലാസ്. അതാണ് അടിപൊളി. അതില് വലിയ ഉദ്യോഗസ്ഥന്മാരൊക്കെ ഉണ്ടോ പഠിപ്പിച്ചില്? ഒരുപാട് ഉദ്യോഗസ്ഥന്മാരുണ്ട്. നമ്മളിപ്പോ കെബി ഡോക്ടർ ഏട്ടന്റെ മോളാണല്ലോ ഫബ്ന, സജ്ന, ഫബ്ന, അവരൊക്കെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഡോക്ടർ പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ഡോക്ടർ പറഞ്ഞുതരാൻ അറിയാത്ത ഇപ്പൊ പെട്ടെന്ന് വന്ദന ഡോക്ടർ പോകുമ്പോ ഭയങ്കര സ്വീകരണല്ലേ. ടീച്ചർ വരുന്നുണ്ട്. ഇപ്പൊ പിന്നെ ഇത് ഡ്രൈവിംഗ് പഠിപ്പിക്കുന്നു സ്ത്രീകൾക്ക്, അതേപോലെ തന്നെ ഈ ലൈസൻസ് എടുക്കലോ അങ്ങനത്തെ പ്രൊസീജിയർ ഒക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ടല്ലേ? ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതൊക്കെ എക്സ്പെർട്ട് ആണ്. ഡ്രൈവിംഗ് പഠിച്ച് ലൈസൻസ് എടുത്ത് കൊടുക്കുക, അതാണ്. പിന്നെ ലൈസൻസ് പുതുക്കി കൊടുക്കൂല. എനിക്ക് തോന്നുന്നത് ജമീലാത്താന്റെ മറ്റൊരു പ്രത്യേകത, ഒരുപാട് ആളുകളെ, അതായത് റോഡ് സൈഡിലുള്ള അല്ലെങ്കിൽ അഗതികള്, അനാഥരായ ആളുകൾ, അസുഖം ബാധിച്ച പ്രായമുള്ള ആളുകളൊക്കെ താത്താൻ്റെ വിവിധ വണ്ടികളിൽ, ഡ്രൈവിംഗ് പഠിപ്പിക്കുന്ന വണ്ടികളിൽ വിവിധ അഗതി മന്ദിരങ്ങളിലേക്കും അഭയ കേന്ദ്രങ്ങൾ എത്തിച്ചിട്ടുണ്ട്. അങ്ങനെ പ്രത്യേകത ഞങ്ങൾക്ക് മാത്രല്ല, സ്ത്രീകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്റെ വീടിന്റെ താഴെ എന്റെ എച്ചിട്ടുന്ന കമ്പി ഉണ്ടല്ലോ, ആ കമ്പി 4 എണ്ണം കുത്തും. ഒരു സാരിയാണ് ചിറ്റോടിയിട്ടും മറിച്ചിട്ട് ഞങ്ങൾ അതിലിട്ടിട്ട് എന്റെ വീട്ടിൽ നിന്ന് പൈപ്പ് ഇട്ടിട്ട് മുന്തസും ഞാനും കുളിപ്പിച്ചിട്ട് വേറെ ഡ്രസ്സ് മാറ്റിയിട്ടേ കൊണ്ടുപോകുള്ളൂ. അപ്പൊ ഇനിയുള്ള എനിക്ക് തോന്നുന്നത് ഇനി ജീവകാരുണ്യാണ് ഇനി ഇഷ്ടം ബാക്കി കാലം. ഇതാണ് താത്ത, വേറെ എന്റെ സുഹൃത്താട്ടോ. ചാനല് ഒരുപാട് പേർക്ക് അറിയാവുന്ന എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് സന്തോഷ് മാസ്റ്റർ എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആളാണ്. എനിക്ക് തോന്നുന്നത് ഇന്ന് മലയാളത്തിലെ എല്ലാ മിമിക്രി കലാകാരനാട്ടാ, സാധ്യമായി മിമിക്രി കാണിക്കും മലയാളത്തിലെ സാർ എല്ലാ ചാനലിലും. ഇപ്പോ നിങ്ങളുടെ പ്രോഗ്രാം വന്നു ന്യൂസ് ചാനലില്, ന്യൂസ് ചാനൽ ആണോ? എന്താണ് ഇപ്പൊ പറയാനുള്ളത്? എങ്ങനെയുണ്ട് ഒരു അധ്യാപനം കിട്ടുന്ന അംഗീകാരം? എത്ര വർഷമായി? 15 വർഷം സാറേ. കലാരംഗത്ത് 35 വർഷം. 35 വർഷമായി. അധ്യാപന രംഗത്ത് 25 വർഷം. ഏതൊക്കെ ചാനലാ? ഉള്ള ചാനൽ വന്നിട്ടുണ്ട് മലയാളത്തില്. 2002 കോട്ടയം നസീർ, അത് മലപ്പുറത്ത് വെച്ചുള്ള പരിചയപ്പെടുത്തി ഷൂട്ട് കഴിഞ്ഞു. പിന്നെ കണ്ടിന്യൂസ് ഇതുവരെ 2026 കഴിഞ്ഞ ആഴ്ച 24 പ്രോഗ്രാം ഉണ്ടായിരുന്നു. ആണല്ലേ? എന്നാ ഓക്കെ, ജമീലാത്താനെ പരിചയപ്പെട്ടല്ലോ. ഞങ്ങള് രണ്ടാളെ കുറിച്ചും നിങ്ങൾ ഏതെങ്കിലും സൗണ്ട്, ഏതെങ്കിലും ഒരാളുടെ അനുകരണത്തിലൂടെ ഈ ചാനലിനെ കുറിച്ച്, ഈ ഒരു സംഭവത്തെ ഒന്ന് വിശദീകരിക്കും. അതെ, നമ്മുടെ ഏറ്റവും കൂടുതൽ പിന്നെ നമ്മൾ ഇഷ്ടപ്പെടുന്ന കക്ഷി രാഷ്ട്രീയം ഭേദമന്യേ എല്ലാവരും ഇഷ്ടപ്പെടുന്ന നമ്മുടെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറിന്റെ ശരിക്കും പറഞ്ഞാല് ഒരു വലിയ അത്ഭുതങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും ഞാനിപ്പം കേട്ട വലിയ അത്ഭുതമാണ് നമ്മുടെ താത്തായുടെ ഈ ഒരു അനുഭവകഥ. അത് അതിജീവനം തന്നെയാണ് അത്. അതുപോലെ തന്നെ എൻ്റെ പ്രിയ സുഹൃത്ത് ഫൈസൽ സാറിൻ്റെ സ്വന്തമായുള്ള ആ വഴിവെട്ടി വന്നവൻ എന്ന് തന്നെ പറയാം. ലക്ഷക്കണക്കിന് സബ്സ്ക്രൈബേഴ്സിൻ്റെ പിന്തുണയോടുകൂടി ഫൈസൽ വ്ളോഗർ ഇങ്ങനെ വിജയത്തിൽ നിന്ന് വിജയത്തിലേക്ക് കയറുകയാണ്. ഏറ്റവും കൂടുതൽ എൻ്റെ ആകർഷണം അദ്ദേഹത്തിൻ്റെ കാരുണ്യ പ്രവർത്തനങ്ങൾ തന്നെ. ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ വിജയം.